ഹായ് ഫ്രണ്ട്സ്. ഇപ്പം നടക്കുന്ന വാർത്തയിലാണ് ആ, നമ്മുടെ ബോച്ചയുടെ ഒരു അറസ്റ്റ്. ഇപ്പം എല്ലാ ലേഡീസ് എല്ലാവരും വിചാരിച്ചേക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ ഫാൻ ക്ലിയറായി ഞങ്ങളിങ്ങനെ. പക്ഷേ ലേഡീസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ കാലഘട്ടമല്ല ഇത്. എല്ലാത്തിനും തുല്യത ഉണ്ട്. പിന്നെ ഇപ്പോഴും പ്രയോറിറ്റി എന്ന് വെച്ചിരിക്കുന്നത് ലേഡീസിനാണ് ഫസ്റ്റ്. അത് പണ്ടത്തെ നിയമം അതങ്ങനെ തന്നെ അങ്ങ് നടക്കുകയാണ്. ഒരു ഇതും നടത്തുന്നില്ല എന്ന് വെച്ചാൽ സ്ത്രീകൾ എന്ത് പറയുന്നു അതിന് അവരങ്ങ് തഴഞ്ഞു കൊടുക്കും. പക്ഷെ അങ്ങനെ കൊടുക്കുന്നവരാവരുത്. കാരണം ഉദ്യോഗസ്ഥന്മാരെല്ലാം ആണുങ്ങളാണ്. സ്ത്രീകളും ഒന്നുമില്ലെന്നല്ല, സ്ത്രീകൾ എല്ലായിടത്തും കയറി പറ്റുന്നുണ്ട്. 50-50% അപ്പം അതനുസരിച്ച് ആദ്യം സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫുള്ളി പോച്ച പറഞ്ഞ വാക്കുകൾ എവിടെയായാലും റോങ് ആയിട്ടുണ്ടോ? കാരണം മലയാളം വാക്കുകൾ അദ്ദേഹം അത് നന്നായിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം, മോശമായിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം, അല്ലാതെ ഇത് കോമഡി ആയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ ഫുള്ളി മോശം വാക്കുകൾ ആരെയും പരാമർശിച്ചിട്ടില്ല. അതൊക്കെ ഉള്ള കാര്യങ്ങൾ പുള്ളി പറയുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഡ്രസ്സിങ്ങൊക്കെ നടത്തി വരുന്നവരൊക്കെ പിന്നെ എന്താ പൂവിട്ട് പൂജിക്കണോ? ലേഡീസിൻ്റെ സൗന്ദര്യം എന്ന് വെച്ചാൽ അവൾ നല്ലൊരു അച്ചടക്കത്തോടെ നല്ല മര്യാദയോടെ ഇങ്ങനെ നടക്കും. ഇതെല്ലാം കാണിച്ച് അവിടെ ഇവിടെ എല്ലാം കാണിച്ച് ഇറുകി പിടിച്ച് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് നാട്ടുകാരെ മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാൽ അതിനും കൊണ്ട് കേസ് കൊടുക്കും. അത് അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന കുറേ സാറുമാരും. ഇങ്ങനെയൊക്കെ ഈ ലോകം എങ്ങോട്ടാണ്? ഇവരൊന്നും ഇപ്പോഴും ആ പഴയ ഇടത്ത് തന്നെയാണ് ജീവിക്കുന്നത്. കേരളം, ഇന്ത്യ, അവർക്കൊക്കെ അവനവൻ്റെ കാര്യം മാത്രം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രീതി കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഏത് മറ്റുള്ളവരുടെ ഞങ്ങളിപ്പം പിള്ളേർക്ക് വേണ്ടി നിൽക്കുന്നുണ്ടല്ലോ, ഒക്കെ ഇങ്ങനെയുള്ള പ്രീതിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു. ഇവരൊക്കെ ശരിക്കും ജീവിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യ വിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കുക. എന്നിട്ട് അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ സന്തോഷ് ജോർജ് കുളങ്ങര യാത്ര ചെയ്ത പുള്ളിക്കാരൻ പറയുന്നത്, ഇന്ത്യ വിട്ട് വേറെ എവിടെയെങ്കിലും പോയി കുറച്ച് നാൾ ചെയ്യും, എന്നിട്ട് അവിടുത്തെ സംസ്കാരം എങ്ങനെയാണെന്ന് നോക്കുക. കേരളത്തിലെ റോഡ് നല്ലതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്ന പോലത്തെ ഒരു നാടാണ്. അങ്ങനെ പറയുന്നൊരു നാട്ടുകാർ അല്ലെങ്കിൽ നാട്ടിലെ ഒരു മുഖ്യ ആൾ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ അടിപൊളിയാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയല്ല, നമ്മൾ മറ്റുള്ളവരടുത്ത് ഇരുന്നിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. യൂട്യൂബിലോ അല്ലെങ്കിൽ വീഡിയോകളൊക്കെ സഹജമാണല്ലോ, നമുക്ക് ചെക്ക് ചെയ്യാം മറ്റുള്ള നാടെങ്ങനെയാണ്, നമ്മുടെ നാടെങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകൾ എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാൻ നോക്കണം. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ രാജഭരണം തന്നെയായിരുന്നു നല്ലത്. ആ രാജഭരണമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ, അതായത് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ, അതായത് നമുക്കിഷ്ടമില്ലാത്ത രാജഭരണമുള്ള രാജ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. കാരണം പൊളിറ്റിക്കലി ഭരണമുള്ള രാജ്യത്തെക്കാളിലും എന്തുകൊണ്ടും നല്ല ഭരണമാണ് രാജഭരണമുള്ളത്. അപ്പോൾ അതൊന്നും ആരെന്ത് പറഞ്ഞാലും അതൊന്നും സമ്മതിച്ച് തരാതിരിക്കാൻ പറ്റത്തില്ല. നല്ല നല്ല ഫെസിലിറ്റീസ്, നല്ല നല്ല ആൾക്കാരെന്ന് വെച്ചാൽ നല്ല നല്ല ഭരണാധികാരികൾ, നമ്മുടെ ആൾക്കാരെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാമാണ്. അതുകൊണ്ട് ബോച്ചക്കാര്യത്തിൽ ഞാൻ എപ്പോഴും ബോച്ചയുടെ കൂട്ടത്തിലാണ്. ഞങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാം ബോച്ചയുടെ കൂടെ തന്നെയായിരുന്നു. സ്ത്രീകളുടെ ഡ്രസ്സിങ് മാറ്റുക, അല്ലാതെ പിന്നെ സ്ത്രീകളിങ്ങനെയൊക്കെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ഏത് ആണതൊന്നും പറയാതിരിക്കുന്നത്? അത് കുടുംബത്തിൽ പിറന്നവരാണെങ്കിൽ പെണ്ണും ആണെങ്കിലും പറഞ്ഞ് ഇങ്ങനെയല്ല നടക്കണം, നല്ല രീതിയിൽ നടക്കണം. ആദ്യം നല്ല രീതിയിൽ നടന്നിട്ട് അതിന് വലിയ ഇതും പറ്റുവാണെങ്കിൽ അതിന് കേസ് കൊടുക്കാൻ നോക്കണം. ആരെല്ലാം ഇത് പുള്ളിക്കാരൻ വിളിച്ചതിന് പോയി പുള്ളിക്കാരൻ്റെ പൈസയും മേടിച്ചിട്ട് പുള്ളിക്കാരൻ കേസും കൊടുത്തു. കൊള്ളാം, നല്ല മിടുക്കിയ, അടിപൊളി.